ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റീഡിംഗ് ആണ്, ടാരോ റീഡിംഗ് ആണ് വിത്ത് ക്രിസ്റ്റൽസ്. അപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ട് ഉള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ നമ്പർ 1, അതായത് ടോപ്പേഴ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. ഈ ബ്രൗൺ കളർ ക്രിസ്റ്റൽ ആണെങ്കിൽ പൈ നമ്പർ 1, അതേപോലെ ബ്ലൂ ലുസൈഡ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 2, ആൻഡ് ലാസ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഗ്രീൻ ക്രിസ്റ്റൽ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ അല്ലെങ്കിൽ നമ്പർ 3, ക്രിസ്റ്റൽ നമ്പർ 3. സോ നമ്മൾ റീഡിങ്സിലേക്ക് കടക്കുകയാണ്. ഇനി അധികം വൈകാതെ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും റെസനേറ്റ് ആവുന്നത് ഏതാണ് അതാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ടോപ്പേഴ്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ റീഡിങ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ റീഡിങ്. ക്രിസ്റ്റൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ റീഡിങ്സ് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ നമ്പർ 1 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ മേജർ ആർക്കോണ വീൽ ഓഫ് ഫോർച്യൂൺ എനർജി, അതേപോലെ തന്നെ ടെമ്പറൻസ് കാർഡ്, മൂൺ എനർജി, സ്ട്രോങ് മൂൺ എനർജി മെസ്സേജസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എംപ്രസ് എനർജി, എംപറർ എനർജി ആൻഡ് ഹെർഫൻഡ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മൈനർ ആർക്കുന്ന കണക്ഷൻ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ, ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിൽ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ അടുത്ത് നിങ്ങളെ തേടി വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കണക്ഷൻസ് പറയുകയാണെങ്കിൽ വീൽ ഓഫ് ഫോർച്യൂൺ എനർജീസ് ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല വഴികളിലൂടെ ആവാം. ഒന്ന്, നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ധനലാഭം, സാമ്പത്തികം ഒരു നേട്ടം വരുന്നത് ഒരു പക്ഷേ ലോട്ടറി അതുപോലുള്ള കാര്യങ്ങളിൽ നേടുന്നതാവാം. ചില ആളുകൾക്ക് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്വത്തുവകകളൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടാനുള്ളവർ, ഇതുവരെ ഭാഗമൊന്നും വെച്ചിട്ടില്ലാത്തവർക്ക് ഭാഗം വയ്ക്കുന്നതോ അതുപോലുള്ള കാര്യങ്ങളാവാം ഇത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു. അതേപോലെ ടെമ്പറൻസ് എനർജിയാണ്. ഈ ടെമ്പറൻസ് എനർജി സൂചിപ്പിക്കുന്നത് ബാലൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിലൊരു ബാലൻസ് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള, ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ബാലൻസ് ഇല്ല എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു കണക്ഷൻ നിങ്ങളുടെ മുകളിൽ, അതായത് നിങ്ങളുടെ മുകളിൽ പല സിറ്റുവേഷനിലും ചില ആളുകൾ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാവും. നിങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുകൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും സ്വയം തീരുമാനിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിനിപ്പോൾ പ്രായമായിട്ടുള്ളവർ, അതായത് നിങ്ങൾ ചിലപ്പോൾ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ പല കാര്യങ്ങളും ഒരുപക്ഷെ തീരുമാനിക്കുന്നത് ചിലപ്പോൾ പാരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ആ ഒരു എനർജി കണക്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ ബാലൻസ് ലൈഫിൽ എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല, ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുക, അതേപോലെ ലൈഫിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം. മൂൺ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് പെൻഡക്കിൾ എനർജിയാണ്, 5 പെൻഡക്കിൾ എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 5 പെൻഡക്കിൾ ആൻഡ് മൂൺ കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ വരുന്നത് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പുറകോട്ടേക്കാണോ, നമ്മൾ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ലൈഫിൽ ഇങ്ങനെയുള്ളൊരു ടെൻഷൻ നിങ്ങൾ കാരണമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ടുള്ളൊരു സൂചന തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്? കാരണം ഒരു പക്ഷേ നമ്മൾ പലരും പറയും മണി മാറ്റേഴ്സ്, സാമ്പത്തിക കാര്യങ്ങൾ പലരുടെയും ഉള്ളിൽ വരുന്ന ചിന്തകൾ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ആളുകൾ പറയും നീ കഷ്ടപ്പെട്ടാണ് ഞാൻ നിന്നെ വളർത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ഉള്ളിൽ ടോക്സിക് ആയിട്ടുള്ള പല കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാതെ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് എന്നൊരു സ്ഥിരം രീതിയിൽ സംസാരിക്കുന്നതോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ചില ആളുകളിൽ അത് അവർ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് എടുക്കും, അവരുടെ സബ് കോൺഷ്യസിൽ അത് രജിസ്റ്റർ ആവുകയും ചെയ്യും. അപ്പോൾ അവരുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ വരുന്നത് ആ ഒരു രീതിയിലാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എങ്കിൽ ആ ഒരു രീതിയിൽ ഉള്ള ചിന്ത നിങ്ങളെ വളരെയധികം അലട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ നിങ്ങൾ സമ്പത്തിനെ സംബന്ധിച്ച്, ധനത്തെക്കുറിച്ച് എപ്പോഴും ഒരു നെഗറ്റീവ് എഫക്റ്റാണ്. ഈ ഒരു നെഗറ്റീവ് എഫക്റ്റ് നിങ്ങൾ മാറ്റുകയാണ് എങ്കിൽ സാമ്പത്തിക കാര്യത്തിൽ കുറച്ചുകൂടി നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി, ആ ഒരു കണക്ഷനാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ
ഏസ് ഓഫ് സോട്ട്സ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാം. ഏസ് ഓഫ് സോട്ട്സ് എനർജി കണക്ഷൻസ് ആൻഡ് നൈറ്റ് ഓഫ് സോട്ട്സ് എനർജിയാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ, ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഫസ്റ്റ് പറയുമ്പോൾ ഒരു നൈറ്റ് ഓഫ് സോട്ട്സ് എനർജി കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പെട്ടെന്ന് ധൃതി പിടിച്ചിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ വളരെ അംബീഷ്യസ് ആണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. പക്ഷേ അതേസമയം നിങ്ങളുടെ ഉള്ളിൽ സാമ്പത്തിക കാര്യത്തെക്കുറിച്ചിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഭയമായിരിക്കും. ബിസിനസ്സിൽ നിങ്ങൾ ചിലപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിന് ഇതിനു മുമ്പ് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സാണ് അത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി ഫ്യൂച്ചർ ഫെയിലിയേഴ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാം എന്നുള്ളത്. അതേപോലെ നിങ്ങളൊരു സ്ട്രോങ് കണക്ഷൻ ഹൈ പ്രീസ്റ്റസ് എനർജിയും എംപ്രസ് എനർജിയുമായിട്ടുള്ളൊരു സ്ട്രോങ് കണക്ഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മാനസികം, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ ഒരു ഓപ്പോസിറ്റ് ഇതിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങൾ സ്പിരിച്വലിയും ഇമോഷണലിയും കണക്റ്റഡ് ആവുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറൻസ് എനർജി ഉണ്ട്. അപ്പോൾ ബാലൻസ് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് കണക്ഷൻ സോട്ട്സ് എനർജി ഉണ്ട്. അപ്പോൾ 10 ഓഫ് സോട്ട്സ് എനർജി സ്ട്രോങ് കണക്ഷൻ. 10 ഓഫ് സോട്ട്സ് എനർജി സ്ട്രോങ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണ് ജീവിതത്തിലേക്ക് വരുന്നത്. 10 ഓഫ് സോട്ട്സ് 3 ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് കാണാം. 3 ക്രിസ്റ്റൽസ് ആൻഡ് ഹൈറോഫന്റ് എനർജിയുമായിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് കണക്ഷൻ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൈറഫൻ്റ് എനർജിയും 10 ഓഫ് സോട്ട്സ് എനർജി കണക്ഷൻസ് പറയുന്നത് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ചില വിശ്വാസ പ്രമാണങ്ങളായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തോ ഒരു കാര്യം നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രിൻസിപ്പിൾ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ എത്തിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില സ്ഥലങ്ങളിലോ ചിലയിടങ്ങളിലോ നിങ്ങൾ മാറുന്നുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നാവാം, അവിടെ നിങ്ങളുടെ എത്തിക്സ്, അവിടെ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും ഇത് മുന്നോട്ടേക്ക് പോകില്ല എന്ന് മനസ്സിലാക്കി ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുന്നുണ്ട്. ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം ചില ആളുകളിൽ, മറ്റു ചിലരെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു കാര്യമായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 8 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടുന്ന കാര്യങ്ങൾ ഇതുവരെ വേണ്ടെന്ന് വെച്ചിട്ടില്ലാത്തത് പലതും നിങ്ങൾ തിരിച്ച് ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയുന്നു എന്ന് തന്നെ പറയാം. എഗെയിൻ നിങ്ങളുടെ എനർജി 10 ഓഫ് സോട്ട്സ് എനർജി, അതേപോലെ തന്നെ 8 ഓഫ് കപ്സ് എനർജി, ഇത് വളരെയധികം സൂചിപ്പിക്കുന്ന ഒരു കാര്യം വിട്ട് കളയേണ്ടുന്നത് ചിലപ്പോൾ ഈ ഒരു മണി, സാമ്പത്തികമായിട്ടുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ത്രോട്ട് പ്രോസസ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വിട്ട് കളയേണ്ടുന്ന, റിലീസ് ചെയ്യേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അനിവാര്യമല്ലാത്ത ഒരു കാര്യം, നിങ്ങൾ ഇപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ വിട്ട് കളഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം നിങ്ങൾ വിട്ട് കളയുക എന്നുള്ളൊരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. 3 ഓഫ് വോൺസ് എനർജിയാണ്. 3 ഓഫ് വോൺസ് എനർജി നമ്മളെ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു 3 ഓഫ് വോൺസ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ 3 ഓഫ് വോൺസ് എനർജി വീൽ ഓഫ് ഫോർച്യൂൺ എനർജീസ് കണക്റ്റഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ജോലിയിൽ ഒരു ഉന്നമനമായിരിക്കാം സൂചിപ്പിക്കുന്നത്. ജോലിയിൽ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്, സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്, അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ സ്വയം വിശ്വാസം അർപ്പിക്കുക എന്നുള്ളൊരു കാര്യം ഇവിടെ ഒരു കണക്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഫൂൾ ആൻഡ് മജീഷ്യൻ എനർജി കണക്ഷൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ സ്വയം വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് അല്ലെങ്കിൽ പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു കണക്ഷൻ. അപ്പോൾ അത് എന്ത് തന്നെ ആയാലും പുതിയൊരു തുടക്കമാണ് ഫിനാൻഷ്യലി റിലേറ്റഡ് ആയിട്ട് പറയാനായിട്ട് ഉള്ളത്. അതേപോലെ തന്നെ 9 ഓഫ് വോൺസ് എനർജി കണക്ഷൻസും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ ഡിറ്റർമൈൻഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുക, റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ റിലാക്സ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ ചില കാര്യങ്ങൾ പ്രഷർ എടുത്തിട്ട് നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഗെയിംസ്, ഗോൾസ് എന്താണെന്ന് മനസ്സിലാക്കി ധൈര്യത്തോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് പോവുകയും അതിലൊന്ന് റിലാക്സ്, നമ്മൾ പ്രവർത്തിക്കേണ്ടുന്ന പ്രവൃത്തിയെ കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കാതെ നമ്മൾ പറയുന്ന പോലെ അതിന് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, അതിൻ്റെ ഫലം താനേ വരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ട് ആ ഒരു എനർജിയാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന, ആ ഒരു കണക്ഷനാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു സന്ദേശം എന്ന് പറയാനുള്ളത്. ഇനി മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത്. അപ്പോൾ
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പറല്ല, ക്രിസ്റ്റൽ നമ്പർ നമ്പർ 2ലേക്ക് കിടക്കാം. നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്രിസ്റ്റൽ ആണ് എങ്കിൽ, ഈ ഒരു ബ്ലൂ ക്രിസ്റ്റലാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്പർ 2 നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്രിസ്റ്റൽ ആണ് എങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ്, നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻസ് മേജർ ആർക്കണ കണക്ഷൻസ് ആണ്. ഡെവിൾ എനർജി ഉണ്ട്, അതേപോലെ ടവർ മൂമെൻ്റ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഹാങ്ഡ് മാൻ എനർജി കണക്ഷൻസ് ആൻഡ് ജസ്റ്റിസ് എനർജി, അതേപോലെ തന്നെ സ്ട്രെങ്ത് കാർഡാണ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെയിൻ എനർജി കണക്ഷൻസ്, അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങളുടെ പല കാര്യങ്ങളിലും ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഏത് കാര്യത്തിലാണോ നിങ്ങൾ മുന്നേറണം എന്നുള്ളത് ആഗ്രഹിച്ചിട്ടുള്ളത്. ലവേഴ്സ് എനർജി സൂചിപ്പിക്കുന്നുണ്ട്, പ്രണയം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ള ഒരു സിറ്റുവേഷൻ, പ്രണയത്തെക്കുറിച്ചിട്ട് ആദ്യം പറയുകയാണെങ്കിൽ പ്രണയം ലവേഴ്സ് എനർജി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ പറയുകയാണ് എങ്കിൽ ഒത്തിരി നിങ്ങൾക്ക് സ്ട്രെങ്ത് കാർഡ് കണക്ഷൻസ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു പ്രണയം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം എന്ന് തന്നെ പറയാം. കാരണം ചിലപ്പോൾ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് അപ്രിസിയേഷൻ അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടുന്നുണ്ടാവില്ല. അതേസമയം തന്നെ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടും പലയിടങ്ങളിലും പരാജയങ്ങൾ വരാം. അപ്പോൾ ഈ ഒരു പ്രണയം നിലനിൽക്കുക അല്ലെങ്കിൽ ഒരു മാരേജിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾ അതിനെ വിട്ടുകളയുക എന്നുള്ളതാണ് അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അത്രയും ആ ഒരു റിലേഷൻഷിപ്പിൽ 100 അല്ലെങ്കിൽ 200% സിൻസിയറാണ് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്ന സ്ട്രെങ്ത് കാർഡാണ്. സ്ട്രെങ്ത് കാർഡ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ യു വിൽ സക്സീഡ് എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പലപ്പോഴും അത്രയും തീവ്രമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്ന പോലെ. പക്ഷേ അതെല്ലാം നിങ്ങളൊരു ലൈറ്റായിട്ടുള്ളൊരു പ്രണയം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താനുള്ള ഒരു ധൈര്യവും മനോധൈര്യം ആയിക്കൊള്ളട്ടെ, അതിന് വേണ്ട പരിശ്രമങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഒരു തരത്തിലും അത് സക്സസ്ഫുൾ ആകുന്നില്ല. അതേപോലെ ജസ്റ്റിസ് എനർജി സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആൻഡ് ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കേസ് നിങ്ങൾ നടക്കുന്നത് എന്നിരിക്കെ, ഇപ്പോൾ ചിലപ്പോൾ ഡിവോഴ്സ് കേസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പ്രോപ്പർട്ടി സിവിൽ കേസ് എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മാനഹാനി പോലുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതോ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് റോഡ് അങ്ങനെ എന്തെങ്കിലും വിട്ടുകിട്ടുന്നതായിട്ടൊക്കെയുള്ള കേസസ് ഇപ്പോൾ കുറച്ച് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടെ നിങ്ങൾക്ക് ഡെവിൾ എനർജി അതേപോലെ ടവർ മൂവ്മെൻറ്റ് സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ടുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ വരുന്ന ഒരു ഡിസംബർ മാസത്തിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ, നെഗറ്റീവായി അതായത് മറ്റുള്ളവരെ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. ഡെവിൾ എനർജി ആൻഡ് ടവർ മൂവ്മെൻറ്റ് സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് തരുന്നത് കൊണ്ട് തന്നെ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലൊരു ഹെർമിറ്റ് മോഡ് അല്ലെങ്കിൽ ഒരു വഴികാട്ടി നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും നിൽക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മൾ അതിനെ മറികടന്നായിരിക്കും പലപ്പോഴും. കാരണം എപ്പോഴും പാപത്തിൻ്റെ വഴി എളുപ്പമാണ് നമ്മൾ പറയുന്ന പോലെ ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ കാണുമ്പോൾ കേൾക്കുമ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതൊരു സുഖമുള്ള ഒരു കാര്യമാണ്. പക്ഷേ സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ എളുപ്പമല്ല നമ്മൾ പറയുന്ന പോലെ. മറ്റു വഴികളൊന്നും ഷോർട്ട് കട്ട്സ് തേടി പോകാതിരിക്കുക. നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ അടുത്തുണ്ടാവുകയാണ് എങ്കിൽ ആരെങ്കിലും ഇതിങ്ങനെ ഷോർട്ട് കട്ടാണ് എളുപ്പ വഴികളുമായിട്ട് വന്നാൽ തീർച്ചയായിട്ടും ആ വഴിക്ക് പോകാതിരിക്കുക. അതേസമയം പ്രോപ്പറായിട്ടുള്ള ലീഗലായിട്ടുള്ള രീതിയിൽ ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ലീഗലായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അല്ലാതെ ഇല്ലീഗലായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തരത്തിലൊരു ഡബിൾ മൊമെൻറ്റ് സ്ട്രോങ് ആണ്, അതോടൊപ്പം തന്നെ ടവർ മൊമെൻറ്റ് സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള വഴികൾ
പോകാതിരിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ എനർജി സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്, അതായത് ദൈവാനുഗ്രഹമുണ്ട്. ദൈവാനുഗ്രഹവും ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഹെർമിറ്റ് മോഡും ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ആളുകൾ ഉള്ളതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള രീതിയിലും നിങ്ങൾക്ക് നല്ല നല്ല സൗഹൃദങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. അഗെയിൻ 6 ഓഫ് കപ്സ് ആൻഡ് 7 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ 6 ഓഫ് കപ്സ് ആൻഡ് 7 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് നല്ല നല്ല സൗഹൃദങ്ങളുണ്ട്. നല്ല നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒറ്റയ്ക്കായി പോയെന്ന് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ഒത്തിരി സങ്കടം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ സൗഹൃദങ്ങൾ നിങ്ങളെ മുറുകെ പിടിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ഉള്ളവർ വളരെയധികം റീകണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സൗഹൃദങ്ങളായിട്ട് തിരിച്ച് അവരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതാവാം ചില ആളുകളെ സംബന്ധിച്ച്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ചൈൽഡ് പുറത്തേക്ക് വരുന്നതും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മൂടി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ ഇതൊന്നും പറ്റില്ല എന്നൊക്കെ ചിന്തയാവാം. പ്രായം, ഏജ് ഇസ് ജസ്റ്റ് നമ്പർ നമ്മൾ പറയുന്ന പോലെ പല കാര്യങ്ങളിലും നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുകയാണ്. അതേപോലെ 7 ഓഫ് കപ്സ് എനർജി നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട് ലൈഫിൽ, കരിയറും ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ പുതിയ ജോലി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്കാവാം. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഒന്ന് ഏസ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന പുതിയൊരു ജീവിതത്തിൻ്റെ തന്നെ തുടക്കമാണ്. അപ്പോൾ പുതിയ ജോലി എന്ന് ഉദ്ദേശിക്കുമ്പോൾ വിദേശ രാജ്യത്ത്, നിങ്ങൾ ആഗ്രഹിച്ചൊരു രാജ്യത്ത് നല്ലൊരു ജോലി എന്നുള്ള രീതിയിലാവാം, നിങ്ങൾ ആഗ്രഹിച്ച ലെവലിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും നേടിയെടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും യൂറോപ്യൻ, അമേരിക്കൻ, മറ്റേതെങ്കിലും കൺട്രീസിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആവണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു എനർജി നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കണക്ഷൻസ്, പുതിയ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്രണയത്തിലായിട്ടുള്ളവർക്ക് ഒരു ലവേഴ്സ് എനർജി ആൻഡ് ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ പുതിയൊരു പ്രണയമാകാം. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പിൻ്റെ വക്കിലൊക്കെ എത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും മുന്നോട്ടേക്ക് പോകില്ല എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ട് എങ്കിൽ, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ അവസാനിച്ച് പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നതാവാം സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു തരത്തിലുള്ളൊരു കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ 10 ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ ഒത്തിരി പ്രാരബ്ധങ്ങൾ കുറച്ച് നാളുകളായിട്ട് അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പ്രാരബ്ധങ്ങളൊക്കെ മാറി നിങ്ങളൊരു പുതിയൊരു ജീവിതം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം, ആവശ്യത്തിൽ കവിഞ്ഞിട്ടുള്ള ഭാരം. ഇവിടെ ഡെവിൾ എനർജി, ടവർ മൊമെൻറ്റ്, 10 ഓഫ് ഫോൺസ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ഉത്തരവാദിത്വം, നിങ്ങൾ പീപ്പിൾ പ്ലീസർ ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഉള്ള ഈ ഉത്തരവാദിത്തങ്ങൾ പതുക്കെ കുറേശ്ശെ കളയാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. കാരണം നിങ്ങൾ ഒത്തിരി ഒബ്ലിഗേഷൻസ് നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ വിടുതല അല്ലെങ്കിൽ ഫ്രീ ആക്കുക നിങ്ങൾ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജി, മുന്നോട്ടേക്ക് പോവുക, അനാവശ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ തലയിൽ നിന്ന് മാറ്റുക, ബേർഡൻസ് ഒക്കെ എടുത്ത് കളയാം. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊക്കെ റിലീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ജീവിതമാണ്. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. എല്ലാത്തിലും പുതിയ സന്തോഷകരമായിട്ടുള്ള ജീവിതം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയും ഈവൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ കാര്യം നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്. ജോലി കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ജോലിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജോലിയോടൊപ്പം തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ബിസിനസ് സൈഡായിട്ട് ചിലപ്പോൾ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഷെയർ ട്രേഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കൂടുതൽ കാണിക്കുന്നത്. എന്നാലും അതല്ലാതെ എന്തെങ്കിലും ബിസിനസ് ആണെങ്കിലും അതാവാം. നിങ്ങൾ ചെറിയ രീതിയിൽ ജോലിയോടൊപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അത് വിപുലീകരിച്ചിട്ട് മറ്റൊരു തരത്തിലേക്ക് പോയി. ഈ ഒരു ടവർ മൊമെൻ്റ് ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം പൂർണ്ണമായിട്ടും നിങ്ങൾ തച്ചുടച്ച് പുതിയ ഒന്നിലേക്കാണ്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ജോലി പൂർണ്ണമായിട്ടും പിന്നീട് രാജിവെച്ചിട്ട് പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ നമ്പർ 3 എന്താണ് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ നമ്പർ 3. Okay, file number. ഇനി നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നമ്മൾ ടോപ്പസാണ് ആദ്യം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോറി, ഇനി നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് അഗേജ് ആണ്, ഗ്രീൻ അഗേജ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ റീഡിംഗ്. ഓക്കെ, നമുക്കിനി റീഡിങ്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് മേജർ ആർക്കന സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ടവർ മൊമെൻറ്റ് ആൻഡ് ഡെവിൾ എനർജി കണക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഡെത്ത് കാർഡ് സിറ്റുവേഷൻസ്, സ്ട്രെങ്ത് കാർഡ് ആൻഡ് ഇവിടെ ഒരു സ്ട്രോങ് കണക്ഷൻ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹ ജീവിതവും സംബന്ധിച്ചായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾ അടുത്തിടയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ കാണിക്കുന്നില്ല, ഇപ്പോൾ ഒരു പ്രണയത്തിലായിട്ടുള്ളതാണ് എങ്കിൽ ഇതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം അതെടുക്കാം. ഒരു പക്ഷേ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി വളരെ റിലീജിയസ് ആയിരിക്കും, ആ വ്യക്തിക്ക് വളരെ സ്പിരിച്വലോ റിലീജിയസോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും റിലീജിയസ്, ആ വ്യക്തി തീരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യം ഉണ്ടാവില്ല, മതപരമായിട്ടുള്ളതോ അതേ സ്പിരിച്വൽ ആയിട്ടുള്ളതോ ഒരു കാര്യത്തിനും താല്പര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വിവാഹിതരായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടേത്. വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളിപ്പോൾ ഹസ്ബൻഡോ വൈഫോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ റിലീജിയസോ സ്പിരിച്വലോ ഒക്കെ ഒത്തിരി തീവ്രമായിട്ടുള്ള റിലീജിയസും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്നോ വൈഫിൻ്റെ ഭാഗത്തുനിന്നോ അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. പലപ്പോഴും ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു എനർജി നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡിനെയോ വൈഫിനെയോ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവാം, പക്ഷേ അല്ലെങ്കിൽ അവർ നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, രണ്ട് പേരും രണ്ട് വ്യക്തികളാണ്, രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങളും ജീവിതങ്ങളും രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് രണ്ടു പേർക്കും സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ ആ ഒരു വ്യക്തിയായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ ഇത് എളുപ്പമായിരിക്കും, കാരണം നിങ്ങൾക്കത് മനസ്സിലാക്കി ചെയ്യാം. നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്താണ് എങ്കിൽ ഒരു സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അല്ലെങ്കിൽ അവരെ നിങ്ങൾ സംസാരത്തിൽ അവരുടെ വിശ്വാസങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലാത്ത പക്ഷം അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ അതിനെ കുറച്ച് കാണിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ അതേപോലെ തന്നെ എംപ്രർ എനർജി കാണിക്കുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾക്കൊരു പ്രൊമോഷനോ ശമ്പള വർധനോ സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടാകുന്ന തരത്തിൽ ജോലിയിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ലെവലിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെജീഷ്യൻ എനർജി സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രോങ് മെജീഷ്യൻ എനർജി കണക്ഷൻസ് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മെജീഷ്യൻ എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ കുറച്ച് സ്പിരിച്വലായിട്ട് കാണിക്കുന്നു. ഒരു പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ള സ്പിരിച്വാലിറ്റിയോ മതപരമായിട്ടുള്ളതോ ഒക്കെ നിങ്ങളുടെ ഉള്ളിലായിരിക്കും ഉള്ളത്. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് എനർജിയിൽ വളരെ സ്ട്രോങ് കണക്ഷൻ എംപ്രസിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ട്, അതായത് എല്ലാവരോടും വളരെ കൈൻഡായിട്ടാണ് പെരുമാറുന്നത്, നല്ല കാര്യം. പക്ഷേ എല്ലാത്തിനെയും എന്താ പറയുക, നമ്മൾ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയുന്ന പോലെ എല്ലാം അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാതെ എല്ലാത്തിനും കുറച്ച് ഇത് കൊടുക്കുക. പൂർണ്ണമായിട്ടും അങ്ങനെ കണ്ണടച്ച് മൊത്തത്തിൽ ആരെയും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത്. പിന്നെ സ്പിരിച്വാലിറ്റി നല്ല കാര്യമാണ്, ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ നിങ്ങൾ വളരെ ക്രിയേറ്റീവ് സൈഡ് നിങ്ങളുടെ സ്ട്രോങ് ആണ്. അപ്പോൾ കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പരിപോഷിപ്പിച്ചെടുത്ത്, ഇപ്പോഴത്തെ കാലമാണ്, എല്ലാവർക്കും അവസരങ്ങളുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രമാണ്. നിങ്ങളുടെ ഭാഗത്തേക്ക്, നിങ്ങളുടെ ഒരു പൊസിഷനിലേക്ക് എത്താൻ നിങ്ങളായിട്ട് ശ്രമിക്കുന്നില്ല എങ്കിൽ അതിന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പലപ്പോഴായിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്താണെന്ന്, ചില ആളുകൾ ജോലിയിൽ ഒത്തിരി ഉന്നമനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്തിട്ടും ജോലിയിൽ മുന്നേറുന്നുണ്ടാവില്ല. ഒരു പക്ഷേ അവർ സക്സസ്ഫുൾ ആകുന്ന മേഖല എന്താണ് എന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല. നമ്മൾ പറയുമല്ലോ, നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ട് നടക്കുന്നില്ല എങ്കിൽ അതിനേക്കാൾ മികച്ചതൊന്നും ദൈവം നമ്മൾക്കായിട്ട് കാത്തുവെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി നമ്മൾക്കായിട്ട് കാത്തുവെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കായിട്ട് ആ ഒരു പ്രപഞ്ചശക്തി കാത്തുവെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രത്യേകതര കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ അത് മനസ്സിലാക്കാൻ, അതായത് ട്രൈ ടു ഫൈൻഡ് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്ര. ഇവിടെ നിങ്ങളുടെ കണക്ഷൻ വേൾഡ് കാർഡ് ആൻഡ് ഫൂൾ എനർജി, അതിൻ്റെ ഒരു മിഡിൽ കണക്ഷനാണ്. അതായത് രണ്ട് ലോകങ്ങൾക്കിടയിൽ, അതായത് തുടക്കത്തിൻ്റെയും അവസാനത്തിൻ്റെയും മിഡിലാണ്. അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആ ഒരു ബ്രിഡ്ജിലാണ്, ആ ഒരു പാലമാണ്. ഈ ഒരു പാലത്തിൽ നിങ്ങൾ അക്കരയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെ എന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ അതിനുള്ള ഉത്തരങ്ങൾ, ദ ആൻസേഴ്സ് ദാറ്റ് യു ആർ സീക്കിംഗ് ഇസ് വിത്തിൻ യു, അതിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാം, സ്വയം മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നല്ല ജോലിയിലായിരിക്കാം, ചിലപ്പോൾ നല്ല സക്സസ്ഫുള്ളും ആയിരിക്കാം. പക്ഷേ നമ്മൾ പറയില്ല, സംതിങ് ഇസ് മിസ്സിങ്. നമ്മൾ ചില സിറ്റുവേഷനിൽ നമുക്ക് ഫീൽ ചെയ്യാം. എന്താണത്? നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഹാപ്പി ആകാൻ വേണ്ടുന്ന ചേരുവകളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. നല്ല ജോലി, നല്ല കുടുംബം, നല്ല എല്ലാം നല്ലത്. പക്ഷെ എന്നാലും സംതിങ് ഇസ് മിസ്സിങ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന നിങ്ങളുടെ ലൈഫ് പേർപ്പസ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കർമ്മ, നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു ജോലിയിലായിരിക്കാം. അപ്പോൾ ആ നല്ല ജോലിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, പക്ഷെ അതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എന്തോ ഒന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ചെയ്യുന്നൊരു പ്രവൃത്തി, ഇപ്പോൾ അതർവൈസ് ഇപ്പോൾ ഞാനൊരു എൻ്റെ നല്ലൊരു ജോലി, ആ ഒരു ജോലിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ജോലിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതോടൊപ്പം തന്നെ ചാരിറ്റ് എന്ന് പറയുന്നത് അതെൻ്റെ ലൈഫ് പേർപ്പസാണ്. ആ ഒരു ലൈഫ് പേർപ്പസിൽ മുന്നോട്ടേക്ക് അത് ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനിൽ സംതിങ് ഇസ് മിസ്സിങ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ആ ഒരു എനർജിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. അത് എല്ലാവർക്കും ഒരേ കാര്യങ്ങൾ, പലർക്കും പല കാര്യങ്ങളായിരിക്കും. ചിലരുടെ ക്രിയേറ്റീവ് എനർജി, നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ട്രോങ് ക്രിയേറ്റീവ് കണക്ഷൻ കാണിക്കുന്നുണ്ട്, ഹൈ പ്രീസ്റ്റസ് കണക്ഷനുണ്ട്. അപ്പോൾ സ്പിരിച്വാലിറ്റി, ഇൻറ്റ്യൂഷൻ, അതേപോലെ മറ്റുള്ളവരെ സഹായിക്കുക, എംപ്രസ് കണക്ഷൻ ഉള്ളത് കൊണ്ട് ആതൊരു സേവന, നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആ ഒരു എനർജി തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ സഹായിക്കുന്നു, ഇൻഡയറക്ട്ലി ഓൾസോ, ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി. പക്ഷേ നിങ്ങളിപ്പോൾ വേറെ, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫീൽഡിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലും കണക്റ്റഡ് അല്ല സ്പിരിച്വാലിറ്റിയും മറ്റൊരു ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ഡയറക്റ്റ്ലി മണിയായിട്ട് കണക്റ്റഡ് ആവുമ്പോൾ ഇൻഡയറക്ട്ലി ചിലപ്പോൾ കണക്റ്റഡ് ആകുന്നുണ്ടാവാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പ്രത്യേകം എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി കണക്ഷൻസ് 6 and 7 of Wands and 10 of Wands എനർജി കണക്ഷൻസ് ഉണ്ട്. ഈ വോണ്ട് എനർജി കണക്ഷൻസ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലും നിങ്ങൾ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ട് 7 of Wands എനർജി കണക്ഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിയേറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്. പക്ഷേ സെൽഫ് എക്സ്പ്രഷൻ, അതായത് നിങ്ങൾ എന്താണോ അത് പ്രകടിപ്പിക്കേണ്ടുന്ന സമയമാണ്. നിങ്ങളുടെ പലരെയും സംബന്ധിച്ച് 6 and 7 of എനർജിയാണ്. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് മുന്നേറേണ്ടുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവാണ്, അതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. 10 of Wands എനർജിയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ, അതായത് ക്രിയേറ്റീവ് സൈഡ് സ്ട്രോങ് ആക്കുകയും സെൽഫ് എക്സ്പ്രഷനൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബേർഡൻ അല്ല. 10 of Wands എനർജി അല്ല. അതായത് നിങ്ങൾ കൂടുതൽ, അതായത് യു ആർ നോട്ട് ടേക്കിംഗ് ടു മച്ച്. നിങ്ങൾ ക്രിയേറ്റീവ് സൈഡിലേക്ക് തിരിഞ്ഞാൽ, അപ്പോൾ അതാണ് നിങ്ങളുടെ ശരിയായിട്ടുള്ളൊരു പേർപ്പസ്. അതിനർത്ഥം നിങ്ങളിപ്പോൾ ഉള്ള ജോലി വിട്ട് ഉടനെ അതിലേക്ക് പോകണമെന്നല്ല, കുറച്ച് സൈഡായിട്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. അതേപോലെ ഏസ് ഓഫ്
പെൻറ്റക്കിൾസ് എനർജി ആൻഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എനർജി, നിങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ചിന്താഗതി നിങ്ങളെ പുറകോട്ടേക്കാണ് വലിക്കും. നിങ്ങൾ ഫിനാൻഷ്യലി സെക്യൂർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ഒരു തുടക്കമാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ മാനസികമായിട്ടുള്ള പല ചിന്തകളും മാറ്റിയെടുക്കണം. പുതിയൊരു തുടക്കമാണ്, പുതിയ വെഞ്ചർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട്, വളരെയധികം ആംബീഷ്യസ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. പക്ഷെ നിങ്ങളുടെ ചിന്തയിൽ ഈ ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റ് ഉണ്ട്. അതായത് എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കും, ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാം. ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്നുള്ളതല്ല, അങ്ങനെ ഉണ്ടാകും, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആവും. അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കാൻ പേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ റിസ്ക് എടുക്കുക, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാം. യു ക്യാൻ മാസ്റ്റർ ന്യൂ സ്കിൽസ്, പുതിയ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് ലൈഫിൽ പോകാം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ സ്ട്രോങ് എനർജി 10 ഓഫ് കപ്സ് എനർജിയാണ്. പക്ഷെ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് 3 ഓഫ് കപ്സ് എനർജിയാണ്. 3 ഓഫ് കപ്സ് എനർജി ഒരു ആഘോഷം തന്നെയാണ്, അത് ചെറുതല്ല. ആ ഒരു ആഘോഷത്തിൽ നിന്ന് പതുക്കെ നിങ്ങൾ സമ്പൂർണ്ണമായിട്ടുള്ളൊരു ഹാപ്പി ഫാമിലിയിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു കണക്ഷനാണ് 10 ഓഫ് കപ്സ് എനർജി. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏസ് ഓഫ് സോർട്സ് എനർജി ഉണ്ട്, 2 ഓഫ് സോർട്സ് എനർജി. ഏസ് ഓഫ് സോർട്സ് എനർജി ആൻഡ് 2 ഓഫ് സോർട്സ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ് ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ 2 ഓഫ് സോർട്സ് എനർജി സ്ട്രോങ് കണക്ഷനാണ്, വളരെ സ്ട്രോങ് കണക്ഷനാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഡിസിഷൻ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, ലൈഫിൽ എന്താണ് ചെയ്യുന്നത്, നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ 8 ഓഫ് സോർട്സ് എനർജി ഉണ്ട്. 8 ഓഫ് സോർട്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ റെസ്ട്രിക്ഷൻ, ഞാൻ സ്റ്റക്കാണ്, എനിക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു നിങ്ങളുടെ തോന്നലാണ്. ആ തോന്നൽ നിങ്ങൾ അതിനെ മറികടക്കുക, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുക എന്നുള്ളതാണ് ഇതോടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.